السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഹയ്യ അല സ്വലാ കോഴ്സിലെ പഠിതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന നിസ്കാരത്തിൻ്റെ രൂപം പരിപൂർണമായി നമ്മൾ മനസ്സിലാക്കി. നിസ്കാരത്തിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ മുതൽ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ, പിന്നീട് തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ, തസ്ലീമ് വരെ ഓരോ സന്ദർഭങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വ്യത്യസ്ത സന്ദർഭങ്ങളിലായി വ്യത്യസ്ത രൂപങ്ങൾ പഠിപ്പിക്കപ്പെട്ടത് എല്ലാം ഇഴകീറി ഓരോന്നും നമ്മൾ കൃത്യമായി മനസ്സിലാക്കി പഠിച്ചു ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിച്ചത് ജീവിതത്തിൽ പകർത്താൻ, അതേപോലെ തന്നെ കൂടുതൽ പഠിക്കാൻ ഒക്കെ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സലാം വീട്ടിക്കഴിഞ്ഞാൽ പിന്നീടും നമുക്ക് നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില ബാധ്യതകളുണ്ട്, ചില കാര്യങ്ങൾ കൂടി നിർവഹിക്കാനുണ്ട്. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, മനസ്സിലാക്കാൻ പോകുന്നത്. നിസ്കാരം കഴിഞ്ഞാൽ, സലാം വീട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ചില ദിക്റുകൾ, അദ്കാറുകൾ നമ്മൾ ചൊല്ലേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാറുണ്ടായിരുന്നു എന്നാണ് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ ചൊല്ലുന്ന ദിക്റുകളും പ്രാർത്ഥനകളൊക്കെ ഒരല്പം ശബ്ദമുയർത്തിക്കൊണ്ടാണ്, വലിയ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കാനല്ല, ചെറിയ രൂപത്തിൽ നമുക്ക് കേൾക്കാവുന്ന ഒരു ചെറിയൊരു ശബ്ദം ഉണ്ടല്ലോ. ഒന്ന് നിസ്കാരം സലാം വീട്ടി കഴിഞ്ഞാൽ ആ സലാം വീട്ടി അത്ര തന്നെ ഒച്ചയില്ല എന്നുണ്ടെങ്കിലും ഒന്ന് ശബ്ദം ഉയർത്തിക്കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്നെങ്കിലും അവര് ശബ്ദമുയർത്തിക്കൊണ്ട് ദുആവുകൾ ചൊല്ലാറുണ്ടായിരുന്നു എന്ന് പ്രവാചകന്റെയും അതേപോലെ തന്നെ സ്വഹാബിമാരുടെയും ഒക്കെ ചര്യ നമുക്കതിൽ കാണാൻ പറ്റും. അപ്പോ കുറച്ച് ഒച്ചത്തിലായിരിക്കണം അദ്കാറുകൾ ചൊല്ലേണ്ടത്. രണ്ടാമത്തത്, ആദ്യം ചൊല്ലേണ്ടത് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 തവണയാണ്. പിന്നീട് നമ്മൾ ചൊല്ലേണ്ടത് അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന പ്രാർത്ഥനയാണ് നമ്മൾ പിന്നീട് ചൊല്ലേണ്ടത്. ആദ്യം നമ്മൾ 3 തവണ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു, പിന്നീട് അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന പ്രാർത്ഥന. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന പ്രാർത്ഥന. അതും നിസ്കാര ശേഷം നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അതോടൊപ്പം തന്നെ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ് എന്ന പ്രാർത്ഥനയും. അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് പ്രഖ്യാപിക്കുന്ന, അള്ളാഹുവാണ് എല്ലാറ്റിനും കഴിവുള്ളവൻ, എല്ലാ കാര്യവും അള്ളാഹുവിൽ നിന്നാണ് എന്ന് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന പ്രാർത്ഥന. പിന്നീട് നമ്മൾ പറയുന്നത് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത, അല്ലാഹുവേ നീ തന്നത്, നീ വിധിച്ചത് അത് തടയാൻ ഒരാളുമില്ല. വലാ മുഅതിയ ലിമാ മനഅത, നീ ലാ മാനിഅ ലിമാ അഅതൈത, നീ നൽകിയത് അത് തടയുവാൻ, അത് പിടിച്ചു വെക്കുവാൻ ഒരാളുമില്ല. വലാ മുഅതിയ ലിമാ മനഅത, നീ തടഞ്ഞു വെച്ചത്, നീ എനിക്ക് തരാതിരുന്നത്
അത് തരാനും ഒരു പടപ്പുകൾക്കും കഴിയുകയില്ല. വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്, ഒരു കാര്യവും ഉപകാരപ്പെടുകയില്ല, ഒരു സമ്പത്തും ഒരു അധികാരവും ഒന്നും തന്നെ ഒരാളുടേതും ഉപകാരപ്പെടുകയില്ല നിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന് നമ്മൾ അവിടെ പ്രഖ്യാപിക്കണം. അള്ളാഹുവിന്റെ തീരുമാനത്തെ അതിനെ ലംഘിച്ചുകൊണ്ട് വേറൊരാളുടെയും യാതൊന്നും നടക്കുകയില്ല എന്ന പ്രഖ്യാപനമാണ് നമ്മൾ അവിടെ ആ നിസ്കാരത്തിന് ശേഷം അവിടെ പ്രഖ്യാപിക്കുന്നത്, പറയുന്നത്, പ്രാർത്ഥിക്കുന്നത്. അഥവാ അവിടെ ഒരു അതൊരു സെന്റൻസ് ആണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്? അള്ളാഹുവിന് കീഴൊതുങ്ങണം, അള്ളാഹുവിനോട് ധാരാളമായിക്കൊണ്ട് ഫളിലിനെ ചോദിക്കുകയാണ് ആ ഒരു പ്രാർത്ഥനയിലൂടെ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ മറ്റൊരു പ്രാർത്ഥനയായിക്കൊണ്ട് പ്രവാചകൻ ചൊല്ലാറുണ്ടായിരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു ലഹുൻ നിഅമതു വലഹുൽ ഫളൽ വലഹുസ് സനാഉൽ ഹസൻ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ. ഇതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു എന്നാണ്. ഒന്നുകൂടി പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഇവിടെ വരെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ബാക്കിയായിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു ലഹുൻ നിഅമതു വലഹുൽ ഫളൽ വലഹുസ് സനാഉൽ ഹസൻ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ എന്ന പ്രാർത്ഥന കൂടി, അള്ളാഹുവിനെ സ്തുതിക്കുന്ന, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് പ്രഖ്യാപിക്കുന്ന, അള്ളാഹുവിന് യാതൊരുവിധ ശരീക്കുമില്ല, പങ്കാളികളുമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന, എല്ലാറ്റിനും കഴിവുള്ളവൻ അള്ളാഹുവിന് മാത്രമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന, അള്ളാഹുവിനെ മാത്രമേ നമ്മൾ ആരാധിക്കുകയുള്ളൂ എന്നും എല്ലാ അനുഗ്രഹങ്ങളുടെയും എല്ലാ ഫളിലിന്റെയും ഉടമ അള്ളാഹു ആണ് എന്നും എല്ലാ പുകഴ്ത്തലുകളും അള്ളാഹുവിന് മാത്രമാണ് എന്നൊക്കെ പ്രഖ്യാപിക്കുന്ന പ്രാർത്ഥന, അതും നമ്മൾ പഠിക്കുക, ജീവിതത്തിലെ പ്രാവർത്തികമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്രയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന പ്രാർത്ഥനകൾ ചൊല്ലുക, ദിക്റുകൾ ചൊല്ലുക. ഈ ദിക്റുകൾ ചൊല്ലുന്നത് ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പ്രാർത്ഥനകളെല്ലാം പേടിക്കേണ്ട, പറഞ്ഞ പ്രാർത്ഥനകളൊക്കെ ഞാൻ ഗ്രൂപ്പിൽ അയക്കാം ഇൻഷാ അല്ലാഹ്. ഇനി പറയുന്ന കാര്യങ്ങൾ ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണഗതിയിൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിപ്പോരുന്ന ചില ഭാഗങ്ങൾ അത് സാധാരണ നമ്മൾ ചൊല്ലാറുള്ളതാണ്. എന്നാൽ പലപ്പോഴും പല ആളുകൾക്കും ഒരു അത്ഭുതമുള്ള ഒരു പുതിയ അറിവായിക്കൊണ്ട് പലരും പങ്കുവെച്ച ഒരു കാര്യമാണ് ഈ സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും അല്ലാഹു അക്ബർ ഒക്കെ ചൊല്ലുന്നത് 5 രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടത് കാണാൻ പറ്റും. 5 രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ചൊല്ലിയിട്ടുണ്ട്. ഞാനത് പറയാം, കൺഫ്യൂഷൻ ഇല്ലാതെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തത് 33 തവണ സുബ്ഹാനല്ലാഹ്, 33 തവണ അൽഹംദുലില്ലാഹ്, 33 തവണ അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും അല്ലാഹു അക്ബറും 33 തവണ ചൊല്ലുക എന്നുള്ളതാണ് ഒരു രൂപം. അപ്പൊ മൊത്തം 99. രണ്ടാമത്തെ രൂപം 33 തവണ സുബ്ഹാനല്ലാഹ്, 33 തവണ അൽഹംദുലില്ലാഹ്, 34 തവണ അല്ലാഹു അക്ബർ. ഒന്നാമത്തത് 3ഉം 33 രണ്ടാമത്തതിൽ അല്ലാഹു അക്ബർ 34 തവണയായി. അങ്ങനെ 100 തികയ്ക്കുന്ന രൂപം. ഇത് രണ്ടാമത്തെ രൂപമാണ്. ഇനി മൂന്നാമത്തെ രൂപം സുബ്ഹാനല്ലാഹയും അൽഹംദുലില്ലാഹയും അല്ലാഹു അക്ബറും 33 തവണയാണ്. 100 തികക്കാനായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് പറഞ്ഞുകൊണ്ട് 100 തികക്കുക. 3 രൂപമാണ് ഇപ്പൊ പറഞ്ഞത്. ഒന്ന് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 3ഉം 33 തവണ മാത്രം ചൊല്ലുക. രണ്ടാമത്തെ രൂപം പറഞ്ഞത് സുബ്ഹാനല്ലാഹയും അൽഹംദുലില്ലാഹയും 33, അല്ലാഹു അക്ബർ 34 തവണ. മൂന്നാമത് പറഞ്ഞ രൂപത്തിൽ സുബ്ഹാനല്ലാഹയും അൽഹംദുലില്ലാഹയും അല്ലാഹു അക്ബറും 33,
100ാമത് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നതാണ്. 4ാമത്തെ രൂപം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നത് 10 തവണ വീതം പറയുക. 10 തവണ വീതം. നേരത്തെ നമ്മൾ 33 പറഞ്ഞിരുന്നത്, ഇത് കൗണ്ട് കുറഞ്ഞു. 10 തവണ വീതം പറയുക എന്നതാണ് ഈ രൂപത്തിൽ നമുക്ക് കാണുന്നത്. 5ാമത്തെ രൂപം 25 തവണ, 25 തവണയാണ് ചൊല്ലേണ്ട ദിക്റുകൾ. 25 തവണ സുബ്ഹാനല്ലാഹ്, 25 തവണ അൽഹംദുലില്ലാഹ്, 25 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ്, 25 തവണ അല്ലാഹു അക്ബർ. അങ്ങനെ 100. ഒന്നുകൂടി ആവർത്തിക്കുന്നു. 5ാമത്തത് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഈ 4 ദിക്റുകൾ 25 വീതം പറയുന്നു. ഇങ്ങനെയാണ്, ഈ 5 രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാര ശേഷമുള്ള ഈ ദിക്റുകൾ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും ഒക്കെ ചൊല്ലിയിരുന്നത്. ഇത് 5 കൂടി ചൊല്ലേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒന്ന് നിർവഹിച്ചാൽ മതി. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലായി ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ കാണാൻ പറ്റും. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് അസ്തഗ്ഫിറുല്ലാഹ് പറയണം, പിന്നെ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന പ്രാർത്ഥന, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയുടെ 2 രൂപങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നീട് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിന്റെ 5 രൂപങ്ങളും നമ്മൾ മനസ്സിലാക്കി. ഇനി ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചൊല്ലേണ്ടത് ആയത്തുൽ കുർസിയാണ്. ഓരോ നിസ്കാര ശേഷവും, ഫർള് നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ ആരെങ്കിലും പാരായണം ചെയ്താൽ, അതിനിടക്ക് മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻക്കും സ്വർഗത്തിനുമിടയിൽ യാതൊരുവിധ തടസ്സവുമില്ല, മരണം മാത്രമാണ് തടസ്സം എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ പറ്റും. അപ്പോൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇസ്നി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയ്യുൽ അലീം എന്ന ആയത്തുൽ കുർസിയെ നമ്മൾ പാരായണം ചെയ്യുന്നു. അത് ഓരോ നിസ്കാര ശേഷവും നമ്മൾ ചൊല്ലേണ്ട, പാരായണം ചെയ്യേണ്ടതാണ്. 2ാമത്തത്, ഓരോ നിസ്കാര ശേഷവും 1 തവണ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് എന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, പാരായണം ചെയ്യുക. അതും നിസ്കാര ശേഷം പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ നമ്മൾ ചൊല്ലേണ്ടതാണ്. സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത്. 2ാമത്തത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫലഖ്. 3ാമത്തത് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന് തുടങ്ങുന്ന സൂറത്തുൻ നാസ്. ഈ 3 സൂറത്തും ഓരോ തവണ ചൊല്ലുക എന്നതും നിസ്കാര ശേഷം ചൊല്ലേണ്ട പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഉള്ളതാണ്. അതേപോലെ തന്നെ പ്രത്യേകമായിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഫജ്ർ നിസ്കാരത്തിനും മഗ്രിബ് നിസ്കാരത്തിനും ശേഷം നമ്മൾ ചൊല്ലേണ്ട മറ്റൊരു ദുആയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് 10 തവണ വീതം പറയാം. ഫജ്റിനും മഗ്രിബിനുമാണ് ഇത്. ഇതിന് മാത്രമാണ് ഈ 10 തവണ ഉള്ളത്. ഈ പ്രാർത്ഥനയിൽ തന്നെ ഒരു വാചകം അധികമുണ്ട്, യുഹ്യീ വയുമീതു. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് മഗ്രിബിന് ശേഷവും സുബഹിക്ക് ശേഷവും ഫജ്റിന് ശേഷവും 10 തവണ വീതം പറയുക എന്നത് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ സുബഹി നിസ്കാരത്തിന് ശേഷം, ഫജ്റിന് ശേഷം മാത്രമായിക്കൊണ്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല എന്ന പ്രാർത്ഥനയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചിരുന്നതായി ഹദീസുകളിൽ കാണാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനകളൊക്കെ ഫർള് നിസ്കാരത്തിന് ശേഷം, നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ ചൊല്ലേണ്ട
പ്രാർത്ഥനകളാണ്, ദിക്റുകളാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇതോടുകൂടി നമ്മുടെ നിസ്കാരത്തിന്റെ എല്ലാ ഭാഗങ്ങളും കഴിഞ്ഞു. നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇന്നും അതേപോലെ തന്നെ അടുത്ത ക്ലാസ്സിൽ, അടുത്ത തിങ്കളാഴ്ചയും നമുക്ക് ഒരു റിവിഷൻ എന്നുള്ള നിലക്ക് മൊത്തത്തിൽ നമുക്ക് ഒന്ന് പറഞ്ഞു പോവാം. നിങ്ങൾക്ക് സംശയങ്ങളോ അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർത്തു പോകാം. 3ാമത്തെ മൊഡ്യൂൾ ഇവിടെ അവസാനിക്കുകയാണ്. അതിന്റെ ഒരു ചെറിയ എക്സാം മുമ്പ് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന പോലെ ഗൂഗിൾ ഫോമിൽ ആയിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ബുധനാഴ്ച ഒരു ചെറിയ ഒരു എക്സാം ഇൻഷാ അല്ലാഹ് ഉണ്ടാകും. അതിനുശേഷം അടുത്ത തിങ്കളാഴ്ച, ഈ തിങ്കളല്ല അതിന്റെ നെക്സ്റ്റ് തിങ്കൾ, അവിടെ നമുക്ക് 4ാമത്തെ മൊഡ്യൂൾ ഇൻഷാ അല്ലാഹ് ആരംഭിക്കാം. നിസ്കാരത്തിന്റെ റുക്നുകൾ, വാജിബുകൾ, ഷർത്തുകൾ, അതേപോലെ തന്നെ രോഗിയുടെ നിസ്കാരം ഇരുന്നു കൊണ്ട് നിസ്കരിക്കുമ്പോൾ അത് അങ്ങനെ ഉള്ള വ്യത്യസ്തങ്ങളായ മസലകൾ നമുക്ക് അടുത്ത ഒരു മൊഡ്യൂളിൽ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ചോദ്യങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ മഗ്രിബിനും സുബഹിക്കും 7 തവണ ചെല്ലണമെന്ന് അങ്ങനെ ചില റിപ്പോർട്ടുകൾ ഉണ്ട്. പക്ഷെ ആ റിപ്പോർട്ട് ദുർബലമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, ലൈഫാണ്. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം സൂചിപ്പിക്കാതിരുന്നത്. മഗ്രിബിനും സുബഹിക്കും 3 തവണ ചൊല്ലണ്ടേ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്? ഇല്ല, ഒറ്റ തവണ, ഒരു തവണയാണ്. ഫർള് നിസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ടത് ഒരു തവണയാണ്. അല്ല പിന്നെ സുബഹിക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. പിന്നെ 3 തവണ വന്നത് അത് അദ്കാറു സ്വബാഹിന്റെ ഭാഗമായി കൊണ്ടുവന്നതാണ്. അദ്കാറു സ്വബാഹിന്റെയും അദ്കാറുൽ മസാഇന്റെയും ഭാഗമായിട്ട് വന്നതാണ് 3 തവണ. അപ്പൊ 4 തവണ ചെല്ലേണ്ടി വരൂലേ? ഏത്? സുബഹിക്കും മഗ്രിബിനും അത് രണ്ടായിട്ട് തന്നെ ചൊല്ലാലോ. രണ്ടായിട്ട് ചെയ്യാം. ഒന്ന് ഫർള് നിസ്കാരത്തിന് ശേഷമുള്ള ദുആകളുടെ കൂട്ടത്തിൽ അത് ചൊല്ലുക. അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്ത് ചെയ്യാ, ബിസ്മിയും ഹംദും ബിസ്മിയും ഒക്കെ ചൊല്ലിയിട്ട് രണ്ടാമത് അദ്കാറു സ്വബാഹ് വേറെ ചൊല്ലുക. അതാണ്. അതേപോലെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ, അല്ല അത് ഒരു പ്രാർത്ഥന പറഞ്ഞത്, അത് രാവിലെ മാത്രം, അത് വൈകുന്നേരം ചെല്ലണ്ടേ? എങ്ങനെ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ. അത് മഗ്രിബിന് ശേഷം വന്നിട്ടില്ല, അത് സുബഹിക്ക് ശേഷം മാത്രമാണ് വന്നിട്ടുള്ളത്. ആണല്ലേ? അല്ല വൈകുന്നേരത്തെ അദ്കാറിലില്ല. ഇല്ല, ആ ദുആ വൈകുന്നേരത്തെ അദ്കാറിലില്ല. അതിന് വൈകുന്നേരം ആ സമയത്ത് ചൊല്ലി എന്നുള്ളത് കൊണ്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ആ റബ്ബി സിദ്നി ഇൽമ എന്ന് ചൊല്ലണോണ്ടോ ഒന്നും അത് കുഴപ്പമൊന്നുമില്ല. നിസ്കാരത്തിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു നല്ല പ്രാർത്ഥന, ആശയമുള്ള പ്രാർത്ഥന എന്നുള്ളവർക്ക് ചൊല്ലുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രത്യേകമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിരുന്ന പ്രാർത്ഥന ഇങ്ങനെയാണ്. ഓക്കെ, മറ്റൊരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. നിസ്കാരം കഴിഞ്ഞാൽ സലാം വീട്ടിയതിന് ശേഷം കൈ ചുംബിക്കുന്നതിന്റെ വിധി എന്താണ്? അങ്ങനെ ഒരു കാര്യം ഇല്ല. ഇപ്പോ പലപ്പോഴും ദുആ പറഞ്ഞു കഴിഞ്ഞാല് അള്ളാഹിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം, ഖുർആൻ ഓതിയതിനു ശേഷം ഇങ്ങനെ പലപ്പോഴും കൈമുത്തുക, ഖുർആൻ മുത്തുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പലരും ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഒരു കാര്യം എന്തില്ല, എവിടെയും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കേണ്ടതായ കാര്യമാണ്. അങ്ങനെ കൈമുത്തുന്നതിൽ പ്രത്യേകിച്ച് പുണ്യമോ മറ്റോ ഒന്നുമില്ല. അതേപോലെ തന്നെയുള്ളതാണ് മുഖം തടവുക. ദ്വാ ചെയ്ത് കഴിഞ്ഞാല് മുഖം തടവുക, സലാം വീട്ടിയാലും മുഖം തടവുക, ഇതൊന്നും പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതല്ല. അതൊക്കെ നമ്മൾ ഒഴിവാക്കുക. അങ്ങനത്തെ രീതികളൊക്കെ എന്തൊക്കെയോ ചെയ്തപ്പോ അതിങ്ങനെ ആളുകൾ ഇങ്ങനെ തുടർത്തി കൊണ്ടുപോകുന്ന ഒരു കാര്യം മാത്രം. അതന്നെ, രണ്ടും ഞാൻ പറഞ്ഞു, രണ്ടും സ്ഥിരപ്പെട്ടിട്ടില്ല. രണ്ടും ഒഴിവാക്കേണ്ട കാര്യമാണ്. ശേഷം കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതോ? രണ്ടാമത്തത് നിസ്കാരത്തിന് ശേഷം കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നത്. കൈ ഉയർത്തി പ്രാർത്ഥിക്കുക, നമ്മൾ മുമ്പ് ആ വിഷയം നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി ആവർത്തിക്കാം. നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബാക്കളോ കൈകൾ ഉയർത്തിയതായി എവിടെയും ഒരു റിപ്പോർട്ടിൽ കാണൂല. 23 വർഷക്കാലം നബിയും സഹാബാക്കളും നിസ്കരിച്ചിട്ടുണ്ട്. ആ നബിയുടെ നിസ്കാരത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അറിയാലോ, നബി നിസ്കരിക്കുമ്പോൾ ചെയ്തിരുന്ന ഓരോ കാര്യങ്ങളും, മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും സഹാബാക്കൾ നോക്കുകയും പഠിക്കുകയും അത് പ്രവർത്തിക്കുകയും അത് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അതിൽ എവിടെ പോലും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാര ശേഷം കൈ ഉയർത്തി പ്രാർത്ഥിച്ചതായി കാണാൻ പറ്റൂല. അപ്പോ നിസ്കാരത്തിന് ശേഷം കൈ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത് എന്തല്ല, ഒരു പ്രത്യേകം സുന്നത്തുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ ഒരാൾ പ്രാർത്ഥിക്കുന്ന സമയത്ത്, എപ്പോഴെങ്കിലും ഒക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു എന്നുള്ളത് കൊണ്ട് അത് തെറ്റു പറയാൻ കഴിയില്ല. എന്നാൽ അത് സ്ഥിരമായിക്കൊണ്ട് ഇങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് ഒരു ശരിയായ നടപടിയുമല്ല എന്നാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രാമാണികരായ പണ്ഡിതന്മാരുടെ പഠനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വല്ലാഹു അലം. ഉസ്താദെ, നമ്മൾ അതുപോലെ യാസീൻ ഓതി ദുആ ചെയ്തതിന് ശേഷം കൈ ഉയർത്തി ദുആ ചെയ്യാൻ പറ്റുമോ? യാസീൻ ഓതി ദുആ ചെയ്യുമ്പോൾ അങ്ങനെ യാസീൻ ഓതി പ്രത്യേകമായിട്ട് യാസീൻ ഓതി ദുആ ചെയ്യുക എന്നുള്ളതൊന്നും സ്ഥിരപ്പെട്ടതല്ല. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് കഴിഞ്ഞാല് ഏത് സൂറത്തും ഖുർആൻ പാരായണം ചെയ്ത് കഴിഞ്ഞാല് ആ ഒരു ചെയ്ത അമലിനെ കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പൊ സൂറത്തുൽ ഫാത്തിഹ ഓതി നമ്മള്, അല്ലെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതി, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ചെയ്ത ഒരു അമൽ എടുത്തു പറഞ്ഞുകൊണ്ട് അതിൽ ആ ഒരു ചെയ്ത അമലിനെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് തവസ്സുലാക്കുക എന്നത് അത് ദീനിൽ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ അതിന് യാസീൻ ഓതിക്കൊണ്ട് പ്രത്യേകമായിക്കൊണ്ട് ഒരു ദുആ ചെയ്യുക, അങ്ങനത്തെ ഒന്നും നബിയോ സഹാബാക്കളോ പഠിപ്പിച്ചു തന്നിട്ടില്ല. സൂറത്ത് യാസീൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യാം, സമയത്ത് നമുക്ക് കൈ ഉയർത്തി ദുആ ചെയ്യാമോ? ഞാൻ കംപ്ലീറ്റ് ചെയ്യാം, ഞാൻ ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് എന്താ ചെയ്യുക, ഒരു യാസീന് മാത്രം ഓതിക്കൊണ്ട് ദുആ ചെയ്യുക എന്നുള്ളൊരു രീതി പരിശുദ്ധ ദീൻ ഇസ്ലാമില്ല, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗമല്ല അത്. നമുക്ക് ഏത് ഇബാദത്തുകൾ ചെയ്യുമ്പോഴും നമുക്ക് കൈ ഉയർത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന് ശേഷം പ്രാർത്ഥിക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല. അത് ഖുർആൻ ഓതുമ്പോൾ മാത്രമല്ല, നമ്മൾ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്വതക്ക കൊടുത്തു, അപ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കൈ ഉയർത്തി പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ നമ്മളൊരു യാത്രയിലാണ്, യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, ആ സമയത്ത് കൈകൾ ഉയർത്താം. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത് പുണ്യമുള്ള കാര്യം തന്നെയാണ്. അത് യാതൊരു സമയമല്ല, ഏത് സമയത്തും നമുക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കാം. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഫർള് നിസ്കാരത്തിന് ശേഷം നബിയോ സഹാബാക്കളോ അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്തിട്ടില്ല. അത് ഒഴിവാക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. അല്ലാത്ത ഏത് സമയങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, കൈ ഉയർത്തി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചിട്ട് അതിനനുസരിച്ച് നമുക്ക് അള്ളാഹുവിനോട് തേടാം, അതിന് കുഴപ്പമുള്ള കാര്യമില്ല. അങ്ങനെ ചേർക്കാം. അത് 10 പ്രാവശ്യം സുബൈക്ക് ശേഷം പറയുമ്പോ നമ്മളെ അവിടെ പറഞ്ഞല്ലോ 10 പ്രാവശ്യം, സുബൈക്കും മഗ്രിബിനും പറഞ്ഞല്ലോ. അവിടെ 10 പ്രാവശ്യം പറയുന്നിടത്താണ് യുഹി വയുമീത്തു, മറ്റോടത്ത് 2 യുഹി വയുമീത്തില്ല. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഹൽഖി വറിളാ നഫ്സി എന്നുള്ള പ്രാർത്ഥന ഇല്ല, അത് വൈകുന്നേരം ചെല്ലേണ്ടതുണ്ടോ? അത് അദ്കാർ സുബ്ഹാനല്ലാഹി മസായിലും വരുന്നതാണ്. അതന്നെ, അത് വൈകുന്നേരം, അത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഹൽഖി അത് രാവിലെ മാത്രമേ വന്നിട്ടുള്ളൂ, വൈകുന്നേരം വൈകുന്നേരത്തിൽ അത് വന്നിട്ടില്ല. ഞാൻ അങ്ങനെ ചെല്ലി ശീലിച്ചതുകൊണ്ട് അത് തെറ്റാണ്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. ഇവിടെ എഴുതി കിട്ടിയ ഒരു ചോദ്യം ഉണ്ട്, ഞാൻ അത് കഴിഞ്ഞിട്ട് അതായിരത്ത് ചോദിച്ചോളൂ. പ്രാർത്ഥിക്കുന്നത് എപ്പോഴ് ഒന്ന് പറഞ്ഞു തരുമോ? എങ്ങനെ ഈ തഹജ്ജുദിന്റെ സമയത്ത് കൈ ഉയർത്തി പ്രാർത്ഥിക്കാം, നബി പ്രാർത്ഥിച്ച സമയം കൈ ഉയർത്തി ഏത് സമയത്തും നമുക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കാം, ഇന്ന സമയം എന്നൊന്നുമില്ല. ഏത് സമയത്തും നിസ്കാരത്തിന് ശേഷം കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറ്റുമോ? തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം പറ്റും. ഞാൻ പറഞ്ഞു ഫർള് നിസ്കാരത്തിന് ശേഷം പറ്റൂല എന്നുള്ളതാണ് പറഞ്ഞത്. അതും പറ്റൂല എന്നല്ല, ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ സ്ഥിരമായിട്ട് ചെയ്യുന്നത് ഒരു അനൗചിത്യം പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ പറ്റും. അത്രേ ഉള്ളൂ. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. 5 നേരം നമ്മൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ പിന്നെ നമ്മൾ കൈ ഉയർത്താതെ എങ്ങനെ പ്രാർത്ഥിക്കാം? അവിടെയാണ് നമ്മൾ തെറ്റിദ്ധരിച്ച ഒരു സാധനമാണ് എന്താ വെച്ചാല്, കൈ ഉയർത്തിയെങ്കിലേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു രീതി മനസ്സ് കരുതിയാൽ മതിയാവും അല്ലെ? ആ മനസ്സിൽ കരുതിയാൽ മതി. നമ്മള് നാവ് കൊണ്ട് പറഞ്ഞാൽ മതി. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്, അള്ളാഹിനോട് ഒരു കാര്യം നമ്മൾ ആവശ്യപ്പെടുകയാണ്. ആ ആവശ്യപ്പെടുമ്പോ ഒന്നും കൂടി നമ്മൾ വിനയാന്വിതരാവുന്നതിന് വേണ്ടിയിട്ടാണ് കൈകളും കൂടി ഉയർത്തുന്നത്. എന്റെ അടുത്ത് ഒന്നുമില്ല, ഞാൻ അള്ളാഹുവിലേക്ക് കൂടുതൽ ആവശ്യക്കാരനാണ് എന്നുള്ള നിലക്ക് ഉയർത്തുന്ന ഒരു കാര്യം മാത്രമാണ് കൈ ഉയർത്തുക എന്നുള്ളത്. കൈ ഒന്നും ഉയർത്താതെ നിങ്ങളിപ്പോ ഇവിടെ ഇരിക്കണോടത്ത്, അതിൽ നിങ്ങൾ അടുക്കളയിൽ കിച്ചണില് പണിയെടുക്കുന്ന സമയത്ത് അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് നിങ്ങൾ അങ്ങനെ അരി ഊറ്റുകയാണ്, അല്ലെങ്കിൽ കറി ഉണ്ടാക്കുകയാണ്, അതല്ലെങ്കിൽ ചിക്കൻ പൊരിക്കുകയാണ്,
ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാ, അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ എന്നോ അങ്ങനെ ഏത് പ്രാർത്ഥന നിങ്ങൾക്ക് എന്ത് ചെയ്യാ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അത് പ്രാർത്ഥിക്കാൻ ഓരോരുത്ത് വന്നിരിക്കണം, അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ടേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ, ഖുർആൻ ഓതെങ്കിലേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ഒന്നുമില്ല. ഏത് സമയത്തും എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, ദിക്റുകളൊക്കെ ചൊല്ലുന്ന പോലെ തന്നെ അള്ളാഹിനോട് ഓരോ കാര്യങ്ങൾ തേടാം, പ്രാർത്ഥിക്കാം. ചോദിക്കാം. റബ്ബെ ഒരു കാക്കണം. സംശയം. അപ്പൊ ഈ പ്രാർത്ഥനയുടെ മര്യാദയിലുണ്ടല്ലോ കൈ ഉയർത്തിയിട്ട് ഇങ്ങനെ, അല്ല കൈയിന്റെ വെള്ള ഭാഗം കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള അത് കാണിച്ചിട്ട്. അതുണ്ട്. ഞാൻ അതിനെ നിഷേധിച്ചിട്ടില്ല. അത് ചെയ്യാൻ ഇതാക്കാം. അത് ഒന്നുകൂടി വിനയാന്യതരായിക്കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അള്ളാഹ് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കൈ ഉയർത്തുക എന്നുള്ളത്. ഒരാൾ കൈ ഉയർത്താതെ പ്രാർത്ഥിച്ചു, അതൊരു കുറ്റകരമായ കാര്യമല്ല, കുഴപ്പമില്ല. ഒരാൾക്ക് കൈ ഉയർത്താൻ പറ്റുന്ന സാഹചര്യമല്ല, അപ്പോ അങ്ങനെ കൈ ഉയർത്താതെയും പ്രാർത്ഥിക്കാം, കൈ ഉയർത്താതെയും പ്രാർത്ഥിക്കാം, കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു ഇത് കിട്ടും, ഒരു ഖുശൂ കിട്ടും, ഒന്നും കൂടി ഭക്തി കിട്ടും, ഒന്നും കൂടി ഒരു തദല്ലുൽ കിട്ടും, ഒക്കെ ശരിയാണ്. അങ്ങനെ ചെയ്യാം. ഫർള് നമസ്കാരത്തിന് മാത്രമേ പാടില്ലായി അങ്ങനെ പാടില്ല എന്നല്ല, സ്ഥിരമായിട്ട് ചെയ്യുന്നത് ഒരു നല്ല രീതിയല്ല എന്നുള്ളതാണ് പറഞ്ഞത്. പാടില്ല എന്ന് പറയാൻ പറ്റൂല. എന്നാൽ നബിയോ സഹാബാക്കളോ എന്ത് ചെയ്തിട്ടില്ല, ഫർള് നിസ്കാരത്തിന് ശേഷം അങ്ങനെ ചെയ്തതായിട്ട് റിപ്പോർട്ട് വന്നിട്ടില്ല. എന്നാൽ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതിന് വ്യത്യസ്തങ്ങളായ ഫളിലുകൾ വന്നിട്ടുമുണ്ട്. അപ്പൊ ആ ഫളിലിനെ വെച്ചുകൊണ്ട് ഒരാള് എന്ത് ചെയ്യാണ് ചെയ്താൽ അത് കുറ്റമല്ല. നമ്മൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഇങ്ങനെ ഒരു ഓർഡറിൽ, അല്ലാണ്ട് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അങ്ങനെ ഓർഡറിൽ മാറ്റം വരുന്ന എന്തെങ്കിലും മനസ്സിലായില്ല? ഇപ്പൊ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ അതിങ്ങനെ 33 പ്രാവശ്യം, അല്ലാണ്ട് നമ്മൾ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാന അങ്ങനെയാണല്ലോ ചൊല്ലാറ്. ഇങ്ങനെ മറ്റേ ഓർഡറിൽ ചൊല്ലുമ്പോൾ എന്തൊക്കെ പ്രശ്നമുണ്ടോ? അതന്നെ, ആ ഓർഡർ തന്നെ പോണം. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അത് അക്ബർ. അങ്ങനെ തന്നെ പോണം. അങ്ങനെയല്ല, 33 പ്രാവശ്യം ചൊല്ലുമ്പോ ഞാൻ പറഞ്ഞത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഒരു പ്രാവശ്യം, അങ്ങനെ അങ്ങനെ പറ്റുമോ? അങ്ങനെ പറ്റില്ല. സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം. അല്ലാതെ സുബ്ഹാനല്ലാഹ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നബി ഇങ്ങനെ പഠിപ്പിക്കുമായിരുന്നു, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് 33 തവണ എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മൂന്നും കൂടി ഒന്നിച്ച് 33 തവണ ചൊല്ലാം. ഇത് മൂന്നും സെപ്പറേറ്റ് ആയിട്ടാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33. അങ്ങനെ തന്നെയാണ് ഹദീസിലെ റിപ്പോർട്ട് ഉള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ ഇത് ചോദിച്ചപ്പോ ഇവിടെ ടെക്സ്റ്റില് ചാറ്റ് ബോക്സിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, എന്ത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ 4 ദിക്റുകൾ 33 ചൊല്ലുമ്പോൾ 132 ആവുകയാണ്. അങ്ങനെ 4 ദിക്ർ നമ്മൾ 33 ചൊല്ലാൻ പറഞ്ഞിട്ടില്ല. ആ 4 എണ്ണം ഉള്ളത് 25 വീതമാണ് ചൊല്ലേണ്ടത്. സുബ്ഹാനല്ലാഹ് 25, അൽഹംദുലില്ലാഹ് 25, ലാ ഇലാഹ ഇല്ലല്ലാഹ് 25, അല്ലാഹു അക്ബർ 25, അങ്ങനെ 100 എന്നുള്ളതാണ് പറഞ്ഞത്. ആ 5 രൂപം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാണ്. 33 തവണ വീതം സുബ്ഹാനല്ലാഹ് ചൊല്ലുക, അതാണ് ഒന്നാമത്തെ രൂപം. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്നത് 33 തവണ വീതം ചൊല്ലുക. രണ്ടാമത്തെ രൂപം സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും 33, അല്ലാഹു അക്ബർ 34. മൂന്നാമത്തെ രൂപം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 തവണ വീതം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 34 തവണ. ആരാണ് സംസാരിക്കുന്നത്? നാലാമത്തെ രൂപം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് 10 തവണ വീതം. അഞ്ചാമത്തെ രൂപം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ 25 തവണ വീതം. 25 തവണ വീതം ചൊല്ലുന്നതിൽ മാത്രമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്, വേറെ ഒന്നിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല. പിന്നെ 34 തവണ, 100ാമത്തെ തവണ തികക്കുന്നിടത്ത് അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന പ്രാർത്ഥനയുണ്ട്. അതാണ് അതിന്റെ രൂപം. അല്ലാഹുമ്മ അൻതസ്സലാമു മിൻകസ്സലാം പറഞ്ഞില്ലേ, അത് ഏത് വരെ ഓതാന്ന്? അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അത്ര തന്നെ അല്ലേ? മുമ്പൊക്കെ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 10 പ്രാവശ്യം പറയുന്നതുണ്ടല്ലോ ഉസ്താദ്. എങ്ങനെ? ഇത് സുബ്ഹാനല്ലാഹ് 10 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 10 പ്രാവശ്യം, അല്ലാഹു അക്ബർ 10 പ്രാവശ്യം, അത് ഉണ്ടല്ലേ? അതുണ്ട്. അത് പറഞ്ഞിനാ? കേട്ടിട്ടില്ല ഉസ്താദ്. ഞാൻ ചോദിച്ചത് അതാണ്, ഇങ്ങനെ അല്ലാഹുമ്മ അൻതസ്സലാം മിൻകസ്സലാം വഇലൈക അർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം അങ്ങനൊന്നും
ഇല്ല, അത് അങ്ങനത്തെ റിപ്പോർട്ടുകളൊന്നും സഹീഹായി വന്നിട്ടില്ല. ചെല്ലുന്നതിന് കുഴപ്പമുണ്ടോ ഉസ്താദെ? എന്താണ്? ചൊല്ലുന്നതിന് കുഴപ്പമുണ്ടോ? ചൊല്ലാതിരിക്കണാണ് നല്ലത്. അത് സഹീഹായി അല്ല, വന്ന അതിന് ഇഷ്ടപ്പെട്ട് വന്ന പ്രാർത്ഥനകൾ ഉണ്ടാവുമ്പോ അതല്ലാത്തത് ചൊല്ലുന്നത് നമ്മളെ എന്നും ചൊല്ലിപ്പോയിട്ടുണ്ടത് എന്തോ താവോ അത് അല്ലാഹുമ്മ വമിൻകസ്സലാം തബാറക യാദൽ ജലാലി വല്ലിക്റാം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇത് 10 പ്രാവശ്യം എന്നും സുബഹിക്കും വൈകുന്നേരം ചെല്ലലുണ്ട്. അങ്ങനെ റിപ്പോർട്ടുകളൊന്നും സഹീഹായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നമുക്ക് സഹീഹായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാൽ തന്നെ ഒരുപാട് നമുക്ക് ചെയ്യാനില്ലേ. നമ്മൾ അതിൽ ചെയ്യാം, അതിലൊരു പ്രത്യേക പുണ്യുണ്ട്. കാരണം നബി പഠിപ്പിച്ചത് ചെയ്യാ, അത് ഇത്തിബാ ചെയ്യാന്നുള്ളതിൽ ഒരു പ്രത്യേക പുണ്യമുള്ള കാര്യമാണ്. അപ്പൊ ആ കാര്യം നമ്മൾ അതേപോലെ തന്നെ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കാൻ സാധിക്കും. പിന്നെ ഇവിടെ വന്ന ഒരു ചോദ്യം, ഫാത്തിഹ ഓതാൻ മറന്നു, സൂറത്ത് ഓതുമ്പോൾ ഓർമ്മ വന്നുവെങ്കിൽ ശേഷം ഫാത്തിഹ ഓതാമോ? നിർബന്ധമായും ഫാത്തിഹ ഓതണം. ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിൽ നിസ്കാരമില്ല. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ഫാത്തിഹ ഓതുന്ന സമയത്ത് ഫാത്തിഹ നഷ്ടപ്പെട്ടാൽ നിസ്കാരമില്ല, ആ റക്അത്ത് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവിടെ ഫാത്തിഹ ഓതി ആ സൂറത്ത് ഓതുന്നത് നിർത്തി ഫാത്തിഹ ഓതിയിട്ടാണ് പിന്നീട് സൂറത്ത് ഓതേണ്ടത്. പിന്നെ നിസ്കാരത്തിന് ശേഷം ദിക്റെല്ലാം ചൊല്ലണമെന്ന് നിർബന്ധമാണോ? ഇല്ല, എല്ലാ ദിക്റും ചൊല്ലണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ദിക്റും ഒരാൾ ചൊല്ലിയില്ല, അതും കുഴപ്പമൊന്നുമില്ല. എന്താ പറയാ, നിസ്കാരത്തിന്റെ പൂർണ്ണത ഒന്നുമല്ല എന്ത് ദിക്റ് ചൊല്ലുക എന്നുള്ളത്. ദിക്റ് ചൊല്ലുന്നത് വേറെയാണ്, അതിന് വേറെ കൂലിയും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നിസ്കാരത്തിന്റെ സ്വീകാര്യതയെ ദിക്റ് ചൊല്ലുന്നത് ബാധിക്കൊന്നുമില്ല. ഇൻഷാ അല്ലാഹ്. ഹംദും സ്വലാത്തും കൊണ്ട് തുടങ്ങി ദുആ ചെയ്താല് സ്വീകരിക്കൂ എന്നുണ്ടോ? അങ്ങനൊന്നുമില്ല, അതൊരു മര്യാദയാണ്, നല്ലതാണ് ഹംദും സ്വലാത്തും ചൊല്ലുക എന്നുള്ളത്. പക്ഷേ എന്താ പറയാ, നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ തുടങ്ങുമ്പോൾ ഹംദും സ്വലാത്തും നബി ചൊല്ലിയിട്ടില്ല. ഇപ്പൊ സലാം വീട്ടി കഴിഞ്ഞാൽ നേരെ അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ എന്നാണ് ചൊല്ലാറുള്ളത്, പറയാറുള്ളത്. അല്ലാത്ത സമയങ്ങളിൽ ദുആ ചൊല്ലുമ്പോൾ ബിസ്മിയും അഹമ്മദും ഒക്കെ ചൊല്ലിയിട്ട് ചൊല്ലുന്നത് നല്ലതാണ്. ഓക്കെ. എല്ലാ പരീക്ഷ എപ്പോഴാ പറഞ്ഞ ഉസ്താദ്? എക്സാം അടുത്ത ബുധനാഴ്ച. അടുത്ത ബുധനാഴ്ച. ഏത് ഫസ്റ്റ് മുതലാണോ അല്ല, തുടങ്ങുന്നത്? ഫസ്റ്റ് മുതലില്ല, ഈ മൂന്നാമത്തെ മൊഡ്യൂള് മാത്രം. മൂന്നാമത്തെ മൊഡ്യൂള് അഥവാ നമ്മള് ഇവിടുന്ന് നിസ്കാരം തുടങ്ങിയില്ലേ, നിസ്കാരം തുടങ്ങിയത് മുതൽ സലാം കൂട്ടിയത് വരെ, അഥവാ ഇന്നത്തെ ഈ ദുആ വരെയുള്ളത് ഞാൻ മൊത്തം ക്ലാസ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടാറുണ്ട് ഇൻഷാ അല്ലാഹ്. വുളുവിന് ശേഷമുള്ള പ്രാർത്ഥനയില് സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അത് ചെല്ലാൻ പാടില്ല എന്ന് അങ്ങനെ അഭിപ്രായമുണ്ട് പറയുന്നിട്ടായി. അല്ല, അത് നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതാണ് ആ പ്രാർത്ഥന. മുത്തത്തഹിരീൻ കഴിഞ്ഞിട്ട് വജലി അങ്ങനെ പറയുന്നില്ല, അതിനുശേഷം സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ ആ പ്രാർത്ഥന വുളുവിന് ശേഷമുള്ള പ്രാർത്ഥനയിൽ വന്നിട്ടുണ്ട്. അത് നമ്മൾ അത് വിശദമായിട്ട് നമ്മള് വുളുവിന്റെ ക്ലാസ് ഒന്ന് കേട്ടാൽ മതി. വുളുവിന് ശേഷമുള്ള പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞ ഭാഗം ഒന്ന് കേട്ടാൽ ഇൻഷാ അല്ലാഹ് നമസ്കാരം. ഉസ്താദെ, അതുപോലൊക്കെ നമ്മള് നമസ്കരിക്കുന്നതിൽ ഇപ്പൊ ഉസ്താദ് ഫാത്തിഹയുടെ കാര്യം പറഞ്ഞല്ലോ, അങ്ങനെ വ്യക്തമായി നമുക്ക് തെറ്റുപറ്റിപ്പോയി എന്നുണ്ടെങ്കിൽ കൈ അഴിച്ചിട്ട് നമുക്ക് അടുത്തത് ഒന്നും കൂടെ നമ്മൾ നമസ്കരിക്കത്തില്ലേ? മനസ്സിലായില്ല. നമുക്കിപ്പോ നമസ്കരിച്ചതില് തെറ്റുപറ്റി എന്നുള്ളത് വ്യക്തമായ തെറ്റ് എന്ന് വെച്ചാല് ഇപ്പൊ ഫാത്തിഹ ഓതിയിരുന്നില്ല, ഒരു റക്അത്ത് നമസ്കരിച്ചില്ല, അതൊക്കെ ഉള്ളതുണ്ടെങ്കിൽ നമുക്ക് ആ നമസ്കാരത്തിനെ അവിടെ കൊണ്ട് വിട്ടിട്ട് നമുക്ക് വേറെ കൈ ഒന്നുകൂടെ ആദ്യം മുതൽ കെട്ടി നമസ്കരിക്കരുതോ? അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇപ്പൊ ഒരാള് എന്ത് ചെയ്തു, നിസ്കരിക്കാണ്, ഇപ്പൊ മഗ്രിബാണ് നിസ്കരിക്കണത്. മഗ്രിബ് നിസ്കരിക്കണ സമയത്ത് എന്ത് ചെയ്തു, രണ്ടാമത്തെ റക്അത്തിൽ എത്തിയപ്പോഴാണ് ആൾക്ക് ഓർമ്മ വന്നത് എന്ത്, ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയിട്ടില്ല എന്ന്. ആൾക്ക് ഉറപ്പാണ് ഫാത്തിഹ ഓതിയിട്ടില്ല എന്ന്. എങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താ ചെയ്യാ, ആ രണ്ടാമത്തെ റക്അത്ത് നിസ്കരിക്കുന്ന രണ്ടാമത്തെ റക്അത്തിനെ ഒന്നാമത്തെ റക്അത്തായിട്ട് പരിഗണിക്കുക. അവിടുന്ന് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം. 1, 2, 3. പിന്നെ നമ്മൾ നെയ്യത്തക്കാൻ മറന്നു തോന്നിയാൽ എന്താ ചെയ്യാ? അപ്പൊ മറന്നുണ്ടെങ്കിൽ കൈ അയച്ചിട്ട് നെയ്യത്ത് വെക്കുക, നിസ്കരിക്കുക. ചിലപ്പോ നമ്മള് വേറെ ഏതെങ്കിലും നെയ്യത്ത് വെച്ചോ അങ്ങനൊക്കെ സംശയമായി വരും. അപ്പൊ അയച്ചിട്ട് അപ്പൊ നീയത്തിന്റെയും തക്ബീറത്തുൽ ഇഹ്റാമിന്റെയും വിഷയത്തിൽ അത് നമ്മൾ അപ്പൊ നീയത്തിന്റെ തക്ബീറത്തുൽ ഇഹ്റാം പറയുമ്പോ നമ്മള് വിശദമായിട്ട് പറഞ്ഞിരുന്ന ആ ക്ലാസ് ഒന്നും കൂടി കേൾക്കണത് നല്ലതാണ്. നീയത്ത് വിട്ടുപോയി, നീയത്ത് വെക്കാൻ മറന്നു, അതല്ലെങ്കിൽ നീയത്ത് മാറി, നമ്മൾ എന്ത് ചെയ്യണം, കൈ അഴിച്ച് രണ്ടാമത് നീയത്ത് പുതുക്കിയിട്ടാണ് നിസ്കരിക്കേണ്ടത്. 1. രണ്ടാമത് തക്ബീറത്തുൽ ഇഹ്റാം മറന്നു, അവന് ഇനി
എന്താ പറയാ, എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, അത് ശരിയാവില്ല. കൈ അയക്കുന്നു, തക്ബീറത്തിൽ ഇഹ്റാമിൽ തുടങ്ങണം. കാരണം ആള് നിസ്കാരത്തിലേക്ക് കയറിയിട്ടില്ല. അപ്പൊ ആ കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇവിടെ വന്ന 2-3 ചോദ്യം കൂടി. അപ്പൊ തക്ബീറത്ത് ഇടയ്ക്ക് മറന്നുപോയാലോ? എങ്ങനെ പകുതിയിലെ തക്ബീറത്ത് ഇഹ്റാം പകുതിയിൽ തക്ബീർ മറന്നിട്ടുണ്ടെങ്കിൽ അത് വാജിബാത്തുകളാണ്. അവിടെ എന്ത് ചെയ്താൽ മതി, മറവിയുടെ സുജൂദ് ചെയ്താൽ മതി. പിന്നെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മളിപ്പോ 3-ഓ 4-ഓ എന്നുള്ള സംശയത്തിന്മേൽ നമ്മൾ നിസ്കരിക്കുന്നുണ്ടല്ലോ. അപ്പോ ഒരു ക്ലാസ്സിൽ കേട്ടതാണ്, സുജൂദ് ചെയ്തിട്ട് നമ്മള് 3 റക്അത്തുള്ളത് 4 റക്അത്തായി എന്ന് തോന്നിട്ട് നമ്മൾ അദ്ദേഹത്തിലെല്ലാം ചൊല്ലിക്കഴിഞ്ഞിട്ട് പിന്നെയും 2 പ്രാവശ്യം സുജൂദ് ചെയ്യണമെന്ന്. അതിലെന്താ നമ്മൾ ചെല്ലേണ്ടത്? അല്ല, നമ്മൾ സുജൂദിൽ ചൊല്ലുന്ന പ്രാർത്ഥനകൾ തന്നെയാണ് ചൊല്ലേണ്ടത്. ചെല്ലണല്ലേ? ചൊല്ലിയിട്ട് പിന്നെയും രണ്ടാമറിയും പിന്നെ നമ്മളെ ഈ സ്വലാത്തുകളൊക്കെ ചെല്ലണോ? എങ്ങനെ സുജൂദ് നമ്മള് അല്ല, തശഹുദിലെ പ്രാർത്ഥനകൾ ചൊല്ലണമെന്നാണ്. അതിന്റെ ആവശ്യമില്ല. നമ്മൾ സുജൂദിലേക്ക് പോകുന്നു, സുജൂദിന് ശേഷം ഇരുത്തത്തിൽ അവിടെ അല്ലാഹുമ്മ ഗഫിർലി എന്ന് പറയുന്നു, വീണ്ടും സുജൂദിലേക്ക് പോകുന്നു, ശേഷം നേരെ ഇരുന്നിട്ട് സലാം കിട്ടിയാൽ മതി. അവിടെ തശഹുദും സലാത്തും ഒന്നും ചെയ്യണ്ടല്ലേ? ശരി. അങ്ങനെ ഞാൻ കേട്ടിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം. ഓക്കെ, ഇൻഷാല്ലാ. വിത്ർ നമസ്കാരത്തിൽ 2 റക്അത്ത് കഴിഞ്ഞ ശേഷം 1 റക്അത്ത് നമസ്കരിക്കും പോലെ അത്തഹിയാത്തിൽ കാലുകൾ വെക്കേണ്ട രൂപം പറയാമോ? അവിടെ നമ്മൾ 1 റക്അത്തിന്റെയും 2 റക്അത്തിന്റെയും രൂപം നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. അവിടെ നമ്മള് ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. കാല് നാട്ടി വെച്ച് വലതുകാൽ നാട്ടി വെച്ച് ഇടതുകാലിന്മേൽ ഇരിക്കുന്ന രൂപമാണ് അവിടെ ഇരിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് 25 ടൈംസ്. ഓക്കെ, വേറെന്തോ പറഞ്ഞത്. ഓക്കെ, ഇൻഷാല്ലാ. വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഒരു സംശയം അതെ, നമ്മള് 4 റക്അത്തുള്ള ജമാഅത്ത് നിസ്കാരത്തില് പങ്കെടുക്കുമ്പോ നമ്മള് 2-ാമത്തെ റക്അത്തിലാണ് ചേരുന്നത്. അപ്പൊ നമുക്ക് 2-ാമത്തെ റക്അത്തില് തശഹ്ഹുദിന് ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്താ ചെയ്യും? നമ്മൾ ഇരിക്കണം. അപ്പൊ ഇമാമിന് അവർക്ക് 3-ാമത്തെ റക്അത്തല്ല. ആയിക്കോട്ടെ, അത് നമ്മൾ പരിഗണിക്കണ്ട. ഇമാം എന്താണോ അവിടെ നിർവഹിക്കുന്നത് അത് നമ്മൾ നിർവഹിക്കണം. ഇമാമിനെ നമ്മൾ പിന്തുടരുകയാണെങ്കിൽ ഇന്നമൽ ഇമാമു ലിയുത്തമ്മ ബിഹി എന്നാണ്. ഇമാമിനെ നമ്മൾ പിന്തുടരാനാണ്. അപ്പൊ ഇമാം എന്താണോ അവിടെ ചെയ്യണത് അത് നമ്മൾ ഓരോന്ന് ചെയ്യണം. അല്ല, ഇമാമ് 2-ാമത്തെ റക്അത്ത് ആവുമ്പോഴാണ് നമ്മൾ ചേരുന്നത്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മൾ ഇനി 4-ാമത്തെ റക്അത്തിന് ആണ് എത്തുന്നത് എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? ഇമാമിനെ പിന്തുടരണം. അപ്പൊ നമ്മൾ ചെയ്യണ്ടല്ലേ? ഇമാമ് സലാം വീട്ടുമ്പോ നമ്മൾ പിന്നെ നമ്മൾ ഇമാമ് ചെയ്യണതൊക്കെ നമ്മൾ ചെയ്യണം. ഇമാമിന്റെ കൂടെ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ, ഞാനിപ്പോ 2-ാമത്തെ റക്അത്തിലാണ് ഞാൻ ചേർന്നിട്ടുള്ളത്. അപ്പൊ 3-ാമത്തെ എനിക്ക് 2-ാമത്തെ റക്അത്തല്ല, ഇമാമിന് 3-ാമത്തെ റക്അത്ത്. നിങ്ങള് 2-ാമത്തെ റക്അത്തിലാണ് ചെല്ലണമെങ്കിലും ഇമാമ് 3-ാമത്തെ റക്അത്ത് നിസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് 1-ാമത്തെ റക്അത്താണ്. അപ്പൊ ഇമാം അവിടെ 2 റക്അത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി 2 റക്അത്ത് എന്ത് ചെയ്യാ? പൂർത്തിയാക്കാം. അപ്പൊ അത്തഹിയാത്തിന് 2-ാമത്തെ റക്അത്തിന്റെ അത്തഹിയാത്ത് കിട്ടില്ലല്ലോ. അതാ ചോദിക്കുന്നുണ്ട്. എങ്ങനെ 2-ാമത്തെ റക്അത്തിന്റെ അത്തഹിയാത്ത്? 2-ാമത്തെ റക്അത്തിന്റെ നിങ്ങൾ 4 റക്അത്ത് നിസ്കരിക്കണ്ടേ? ഉണ്ട്. നിങ്ങൾ 4 റക്അത്ത് നിസ്കരിക്കുമ്പോ നിങ്ങളെ 2-ാമത്തെ റക്അത്തിന്റെ അത്തഹിയാത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ. അതെ, അതിന്റെ ബാക്കി തന്നെ തുടർത്തിക്കൊണ്ട് നിസ്കരിക്കുക. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താരോ ചോദിക്കുന്ന സംശയം, 2 പ്രാവശ്യം അത്തഹിയാത്തിൽ ഇരിക്കേണ്ടി വരില്ലേ? ഇമാമിന്റെ കൂടെ 1 പ്രാവശ്യം അത്തഹിയാത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് 2-ാമത്തെ അത്തഹിയാത്ത് വരുമ്പോ വീണ്ടും അങ്ങനെ ഇരിക്കേണ്ടി വരില്ല? അത്തഹിയാത്തിൽ 2 പ്രാവശ്യം വരില്ല എന്നുള്ളതാണ് അവരെ ചോദ്യം. അതെ, അവരെ അപ്പോഴും 2-ാമത്തെ റക്അത്തിൽ അവർ ഇരിക്കേണ്ട രൂപത്തിൽ തന്നെയാണ് ഇരിക്കേണ്ടത്. അത് ശരിയാ, ഇഫ്തിറാഷിന്റെ ഇരുത്തം തന്നെയാണ് അവർ ഇരിക്കേണ്ടത്. അപ്പൊ 2 പ്രാവശ്യം വരുന്നതിന് കുഴപ്പമുണ്ടാവോ എന്നുള്ള? 2 പ്രാവശ്യം വരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. അവിടെ ഇഫ്തിറാഷിന്റെ ഇരുത്തം തന്നെയാണ് അവർ ഇരിക്കേണ്ടത്. കാരണം അവരെ സംബന്ധിച്ച് അത് 2-ാമത്തെ റക്അത്താണ്. എന്താ പറയാ, 4 ഒരു നിസ്കാരത്തിൽ 4 അത്തഹിയാത്ത് കിട്ടുന്ന സന്ദർഭമുണ്ട്. ഞാൻ ഏതായാലും വെറും ക്ലാസ് എടുക്കൽ മാത്രമല്ല, ഞാൻ വെറുതെ ഒരു ചോദ്യങ്ങളോട് ചോദിക്കട്ടെ, ആർക്കത് പറയാൻ പറ്റാ? ഒരാൾക്ക് 4 അത്തഹിയാത്ത് കിട്ടുന്ന സന്ദർഭമുണ്ട്. അത് ഇതുവരെ നിസ്കാരത്തില് 2-ാമത്തെ റക്അത്തിന്റെ അവസാന 2-ാമത്തെ റക്അത്തിൽ അത്തഹിയാത്തിൽ ജോയിൻ ചെയ്തു. യെസ്, മാഷാ അല്ലാഹ്. മഗ്രിബ് നിസ്കാരത്തിൽ ഇപ്പൊ ഇമാമായിട്ട് നിസ്കരിക്കുമ്പോ നമ്മൾ ഇമാമ്
രണ്ടാമത്തെ റക്കാത്തിലെ തശഹൂദിലെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇമാമിനെ പോയി ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 തശഹൂദ് കിട്ടും. കാരണം ഇമാമിന്റെ രണ്ടാമത്തെ റക്കാത്താണ് ആ തശഹൂദ്. നമ്മളെ റക്കാത്ത് തുടങ്ങിയിട്ടില്ല. ഇമാമിന്റെ മൂന്നാമത്തെ റക്കാത്ത് കഴിയുമ്പോൾ നമ്മുടെ 1-ാമത്തെ റക്കാത്താണ്. അപ്പൊ നമ്മളെ 1-ാമത്തെ റക്കാത്തിനും തശഹൂദ് കിട്ടി, ഒരു റക്കാത്തിന് മുമ്പ് തശഹൂദ് കിട്ടി. പിന്നെ ഇമാം സലാം വീട്ടിന് ശേഷം പിന്നെ നമ്മൾ 2ഉം 3ഉം റക്കാത്ത് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ രണ്ടാമത്തെ റക്കാത്തിൽ നമുക്ക് എന്ത് ചെയ്യും, തശഹൂദ് കിട്ടും. 3-ാമത്തെ റക്കാത്തിലും തശഹൂദ് കിട്ടും. അങ്ങനെ മൊത്തം 4 തശഹൂദ് നമുക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ട്. അത് അപ്പോഴൊക്കെ നമ്മള് നിസ്കാരം തുടങ്ങുന്നതിന് മുന്നുള്ള തശഹൂദ്, അഥവാ നിസ്കാരം തുടങ്ങുന്നത് വെച്ചാൽ നമ്മളെ റക്കാത്ത് തുടങ്ങുന്നതിന് മുമ്പുള്ള തശഹൂദ്, 2-ാമത്തെ റക്കാത്തിലെ തശഹൂദ് എല്ലാം, അഥവാ ഒന്നാമത്തെ റക്കാത്തിൽ ചെയ്യണ തശഹൂദും 2-ാമത്തെ റക്കാത്തിൽ ചെയ്യണ തശഹൂദും 3ഉം ജിൽസത്തുൽ ഇഫ്തിറാഷാണ് ഇരിക്കേണ്ടത്. അഥവാ വലതുകാൽ നാട്ടി വെച്ച് ഇടതുകാലിന്മേൽ ഇരിക്കുന്ന ആ രൂപത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, ഈ 3 രൂപത്തിൽ ഇരിക്കേണ്ടത്. അപ്പൊ അവരെ കൂടെ പോകുമ്പോ പിന്നെ വജഹത്തും ഇതൊക്കെ ഫാത്തിഹയൊക്കെ ഓതാൻ പറ്റുമോ? അങ്ങനെ മനസ്സിലായില്ല? പിന്തുടരുകയാണെങ്കിൽ ഇമാം നിൽക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ, ഇപ്പൊ ഇമാം ഖിയാമിലാണ്, ഇമാം 2-ാമത്തെ റക്കാത്ത് നിസ്കരിക്കണം, അതല്ലെങ്കിൽ 1-ാമത്തെ റക്കാത്തൊക്കെ ആവട്ടെ, ഇമാം പാരായണം ചെയ്യുമ്പോൾ ഖുർആൻ ഓതുന്ന സമയത്താണ് നമ്മൾ നിസ്കാരത്തിലേക്ക് ജോയിൻ ചെയ്യുന്നത് എങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വജ്ജഹത്ത് ഓതാൻ നിൽക്കാൻ പാടില്ല. അവിടെ നമ്മൾ ഇമാമിനെ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. നമ്മൾ എന്താ പറയാ, ഫാത്തിഹയുടെയും സൂറത്തുകളൊക്കെ പറഞ്ഞെടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നുകൂടി നമ്മൾ എവിടെ വിശദീകരിക്കും? റുക്നും എന്താ പറയാ വാജിബും സുന്നത്തുകളൊക്കെ പറയുന്നിടത്ത് നിസ്കാരത്തിന്റെ അർക്കാനുകൾ, വാജിബുകൾ, സുനനുകൾ, ഇത് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാനുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് കാറ്റഗറൈസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാണ്ട് ഏതൊക്കെ നഷ്ടപ്പെട്ടാലാണ് നമ്മൾ നിസ്കാരം നഷ്ടപ്പെടുക, റക്കാത്ത് നഷ്ടപ്പെടുക, ഏതൊക്കെ നഷ്ടപ്പെട്ടാലാണ് നമ്മൾ മറവിയുടെ സുജൂദ് ചെയ്യേണ്ടത്, ഏതൊക്കെ നഷ്ടപ്പെട്ടാലാണ് നമ്മൾ മറവിയുടെ സുജൂദ് ചെയ്യേണ്ട എന്നാൽ പ്രതിഫലം കുറയുന്നത്, ഇങ്ങനത്തെ ഇതിനൊന്നും നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങളൊന്ന് കാറ്റഗറൈസ് ചെയ്തിട്ട് മനസ്സിലാക്കാനുണ്ട്. ഇൻഷാല്ലാ അടുത്ത മൊഡ്യൂളിൽ നമുക്ക് മനസ്സിലാക്കാം ഇൻഷാല്ലാ. അപ്പൊ ഉസ്താദെ ഫാത്തിഹ നമുക്ക് നഷ്ടപ്പെടൂലേ? അപ്പൊ ഫാത്തിഹ ഓതാലോ അല്ലെ? നമ്മൾ ഫാത്തിഹന്റെ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഫാത്തിഹ ഓതാം, ഫാത്തിഹ ഓതുന്നത് കൊണ്ട് കുഴപ്പമില്ല. എന്നാൽ ഇമാം ഓതുന്ന സമയത്ത് ഇമാമിനെ ശ്രദ്ധിച്ച് എന്നുള്ളത് കൊണ്ട് നമ്മളവിടെ ഫാത്തിഹ ഓതിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മളൊക്കെ ആ റക്കാത്ത് നഷ്ടപ്പെടൂല. കാരണം ഒരു ഹദീസിൽ കാണാൻ പറ്റും, ഇമാം റുക്കൂയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഇമാമിന്റെ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ റക്കാത്ത് കിട്ടും എന്നുള്ളത്. അപ്പൊ ആ ഹദീസിനെ കൂടി വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, എന്ത് ഫാത്തിഹ ഓതൽ ജമാഅത്തായിക്കൊണ്ട് നിസ്കരിക്കുമ്പോൾ മഅ്മൂമിന്റെ മേൽ ബാധ്യതയുണ്ടോ ഇല്ലേ? കാരണം ഇമാം ഓതി കഴിഞ്ഞാൽ അത് മഅ്മൂമിന് ബാധകമാണ്. ഒരു മിനിറ്റ്, ഇവിടെ ബാങ്ക് കൊടുക്കണ്ടേ. അവിടെ ഒന്നും കൊടുക്കൽ തുടങ്ങിയിട്ടില്ല, അവിടെ കൊടുക്കൽ തുടങ്ങിയേക്കും. പറഞ്ഞു തന്നത് ഫാത്തിഹ ഇമാമും മഅ്മൂമുമായിട്ട് നിസ്കരിക്കുമ്പോൾ മഅ്മൂമിന്റെ മേൽ ബാധ്യതയില്ല, ഇമാമിന്റെ മേലിലാണ് അത് ബാധ്യത. അപ്പൊ ഇമാം ഓതി കഴിഞ്ഞാൽ അത് മഅ്മൂമിനും ബാധകമാണ്, മഅ്മൂം ഓതേണ്ടതില്ല എന്നൊരു ചർച്ചയുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്ത് ചെയ്തത് അങ്ങനെ പറഞ്ഞത്. ഇമാമിനെ ശ്രദ്ധിക്കുക,
എന്ന് പറഞ്ഞത്. അത് ആ ഫാത്തിഹയുടെ സൂറത്തുൽ ഫാത്തിഹന്റെ ആ ഭാഗം ഒന്ന് കേട്ടാൽ മതി ഇൻഷാല്ലാ. ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് അത് മനസ്സിലാവും ഇൻഷാല്ലാ. ളുഹർ അസർ നമസ്കാരത്തിൽ ഇമാം കൂടെ നിൽക്കുമ്പോൾ ഫാത്തിഹയും സൂറയും ഓതണം. അപ്പൊ എന്തായാലും ഓതണം. ളുഹർ അസർ ഒക്കെ സന്ദർഭത്തിൽ നമ്മൾ ഏത് സമയത്ത് ചെല്ലുകയാണെങ്കിലും ഫാത്തിഹ ഓതണം. അത് നമ്മൾ ഫാത്തിഹ ഓതി പകുതി എത്തിയപ്പോൾ ഇമാം റുക്കുവിലേക്ക് പോയി. നമ്മൾ നേരെ ഇമാമിന്റെ അടുത്ത് ഇമാം നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? ഇമാമിന്റെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഫാത്തിഹ ഓതണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഇമാമ് എന്ത് ചെയ്തു? റുക്കുവിലേക്ക് പോയി. അപ്പൊ നമ്മളത് കണ്ടിന്യൂ ചെയ്യണോ? കംപ്ലീറ്റ് ആക്കണോ? ആവശ്യമില്ല. നമ്മൾ അവിടെ നിർത്തുന്നു, നേരെ ഇമാമിന്റെ കൂടെ പിന്തുടരുന്നു. കാരണം എന്താ? ഇമാം ഫാത്തിഹ ഓതിയിട്ടാണ് ഇമാം എന്ത് ചെയ്യണത്? റുക്കുവിലേക്ക് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇമാമിനെ നമ്മൾ പിന്തുടരുന്നു. നമുക്ക് ഇമാം ഓതിയ ഫാത്തിഹ നമ്മുടെ നിർബന്ധ ബാധ്യത അവിടെ പൂർത്തീകരിക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ആ ഒരു മസാലന്റെ മറ്റൊരു വശം. നമസ്കാരം കഴിഞ്ഞ് ദിക്റുകൾ ചൊല്ലി ഹംദും സ്വലാത്തും ചൊല്ലി നമ്മുടെ ആവശ്യങ്ങൾ പറയുകയാണ് വേണ്ടത്. അതിൽ നമുക്ക് അറിയുന്ന പ്രാർത്ഥനകൾ ചൊല്ലാമോ? അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഹംദും സ്വലാത്തും ചൊല്ലി നമുക്ക് അറിയുന്ന ദിക്റുകൾ ചൊല്ലാം, പ്രാർത്ഥിക്കാം. നമുക്ക് ഏത് ഭാഷയിലും പ്രാർത്ഥിക്കാം. നമ്മൾ മലയാളത്തിൽ പ്രാർത്ഥിക്കാം, അറബിയിൽ പ്രാർത്ഥിക്കാം, എങ്ങനെ പ്രാർത്ഥിക്കാം ഇൻഷാ അല്ലാഹ്. അത് നമ്മൾ നിസ്കാരത്തിലല്ലല്ലോ. നിസ്കാരത്തിലല്ലാത്ത സമയത്ത് എങ്ങനെയും പ്രാർത്ഥിക്കാവുന്നതാണ്. ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്ന മുഅ്മിനെ വേറെ ഒരാൾക്ക് തുടരാൻ പറ്റുമോ? അങ്ങനെ തുടരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്താ പറയാ, ഇമാമ് നിസ്കരിച്ച് കഴിഞ്ഞ് സലാം വീട്ടി ശേഷം മസ്ബൂഖായി വന്ന, നേരെ വൈകി വന്ന ഒരാളെ തുടർന്നുകൊണ്ട് വേറൊരാൾക്ക് നിസ്കരിക്കാൻ പറ്റും. അങ്ങനെ നിസ്കരിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. ഏറ്റവും നല്ല എന്താണെന്ന് വെച്ചാൽ വേറെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വേറൊരു ജമാഅത്ത് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പണ്ഡിതന്മാർ ഉണർത്തിയത് കാണാൻ പറ്റും. നിസ്കാര ശേഷമുള്ള പ്രാർത്ഥനകൾ വിട്ട് തരാമോ? ഇൻഷാ അല്ലാഹ് ഞാൻ അയച്ചു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഇപ്പൊ പറഞ്ഞത് നമസ്കാരം തുടർന്ന് മൂന്ന് തുടരൂല. അപ്പൊ ആ റക്കാത്ത് കിട്ടി എന്നുള്ളതിന് എങ്ങനെയാണ് അത് ഉറപ്പ്? റുക്കുവിന് മുമ്പ് നമ്മ കൈ കെട്ടിയെങ്കിലാണ്, അല്ലെങ്കിൽ റുക്കു തുടങ്ങി ഇതുകൊണ്ടാണ് ഇമാമിന്റെ കൂടെ റുക്കു കിട്ടണം. അപ്പൊ നമ്മള് കൈ കെട്ടിയിട്ട് നമ്മൾ ഇമാമ് റുക്കുവിലാണ്. ഇതിന്റെ ഏറ്റവും അവസാനത്തെ സമയമാണ് പറയുന്നത്. ഇമാമ് റുക്കുവിലാണ്, നമ്മൾ കൈ കെട്ടിയിട്ട് ഇമാമിന്റെ കൂടെ റുക്കുവിലേക്ക് നമ്മൾ എത്തണം. അപ്പൊ നമുക്ക് ആ റക്കായത്ത് കിട്ടിയതാണ്. ഇമാമിന്റെ കൂടെ റുക്കു കിട്ടിയാൽ ഫഖദ് അദ്റക റക്അ, അവനക്ക് ആ റക്കായത്ത് കിട്ടിയതാണ്. അപ്പൊ ഇമാമ് റുക്കുവിൽ നിന്ന് കൊണ്ട് നമ്മള് എന്താ പറയാ തക്ബീർ കെട്ടി അങ്ങനെ റുക്കുവിലേക്ക് പോകാൻ നിൽക്കുമ്പോ ഇമാമ് എന്ത് ചെയ്തു? സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് ഉയർന്നു. അപ്പൊ നമുക്ക് ആ റക്കായത്ത് കിട്ടൂല. അപ്പൊ നമ്മള് പിന്നെ നേരെ എന്ത് ചെയ്യേണ്ടത്? റുക്കുവിലേക്കല്ല പോകേണ്ടത്, നേരെ ഇമാമിന്റെ കൂടെ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് ഇഖ്തിദാലിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അവിടെ ആ റക്കായത്ത് നഷ്ടപ്പെട്ടു. ഓക്കെ, ഇൻഷാ അല്ലാഹ് ബറകല്ലാഹു ഫീക്കും. ബാങ്ക് കൊടുത്ത് ഇൻഷാ അല്ലാഹ് എന്തായാലും കൂടുതൽ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും റബ്ബ് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. أقول ما تسمعون وأستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم. فهذا والله أعلم في الصواب، وصلى الله وسلم وبارك على نبينا محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.